ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കേറ്റിംഗ് എങ്ങനെ പഠിക്കാമെന്നാണ് ഗൈസ്. അപ്പോൾ ഞാൻ സ്കേറ്റിംഗ് ഷോ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങളും റെഡി ആയി നിൽക്കൂ. നമുക്ക് ഒന്നിച്ച് സ്കേറ്റിംഗ് പഠിക്കാം. സിമ്പിളായിട്ട് സ്കേറ്റിംഗ് പഠിക്കാം വിത്ത് ലേൺ, തിങ്ക് ആൻഡ് ഗ്രോ. ഇതുപോലെ നിങ്ങൾക്കും പോകാം ഗൈസ്. Let's go. ഞാൻ എങ്ങനെയാണ് സ്കേറ്റിംഗ് പഠിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? എനിക്ക് സ്കേറ്റിംഗ് എന്നാണ് സാധനമേ ഇഷ്ടമല്ല ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെ ഇത്രയും നന്നായിട്ട് പോകുന്നതെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചെറുപ്പത്തിൽ ഒരു കാർട്ടൂൺ കാണുമായിരുന്നു. നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ കണ്ടോളൂ. ഇംഗ്ലീഷൊക്കെ നല്ല ഇമ്പ്രൂവ് ആവും. റോബോട്ട് ട്രെയിൻസ് എന്നാണ് ആ കാർട്ടൂണിൻ്റെ പേര്. അതിനകത്ത് ഓരോ ട്രെയിൻ സ്കേറ്റിംഗ് ചെയ്താണ് ഗൈസ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും വണ്ടറായി, ഇതേപോലെ എനിക്കും ചെയ്യണം. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. പിന്നെ ആദ്യമേ ഞാൻ സ്കേറ്റ് ബോർഡാണ് എടുത്തത്. കാരണം അതിലേക്കൊരു ക്യാരക്ടറുണ്ട്, സ്കേറ്റ് ബോർഡാണ്, നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡ്യൂക്ക് എന്നാണ് പേര്. അപ്പോൾ അത് കണ്ട് സ്കേറ്റിംഗ് ബോർഡ് ശക്തമായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. അതിനുശേഷം ഞാൻ റോളർ ബ്ലേഡ്സിൽ അല്ല ഞാൻ പോയത്, റോളർ സ്കേറ്റ്സിലാണ് പോയത്. റോളർ സ്കേറ്റ്സ് അടിപൊളിയായി കഴിഞ്ഞപ്പോൾ റോളർ ബ്ലേഡ്സിൽ ഞാൻ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പോയി ഇത് ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചതല്ലേ, അതേപോലെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അതിനായി നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ നിൽക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അതിനുശേഷം നമ്മൾ ഒരു കാല് ജസ്റ്റ് പൊന്തിച്ച് താത്തുക. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്ത് നല്ലൊരു ബാലൻസ് കിട്ടുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ലൊരു ബാലൻസ് ആവുന്നവരെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. ഇത് ചെയ്ത് നല്ല ബാലൻസായി നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാക്ക് ചെയ്യാൻ നോക്കുക. ചെരിച്ച് വെച്ച് വേണം ഗൈസ് വാക്ക് ചെയ്യാൻ. നേരെ വെച്ചാൽ നമ്മൾ വീഴും. അതുകൊണ്ട് ചെരിച്ച് നമ്മൾ ഇങ്ങനെ വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് മുട്ടയാക്കണം. നമ്മൾ ജസ്റ്റ് ബെൻഡ് ചെയ്യണം. ഈ കൈ നമ്മൾ മുട്ട വെക്കണം. അതിനുശേഷം നമ്മൾ പതുക്കെ ഒന്ന് പോകണം. ഇതിങ്ങനെ വി ഷേപ്പിലാണ് പോകേണ്ടത്, അല്ലാതെ നമ്മൾ വീടും. ഇങ്ങനെ പതുക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 3. നല്ല ബാലൻസ് ആവുന്നവരെ നിങ്ങൾ ചെയ്യണം ഗൈസ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ബാലൻസ് ആവുന്നവരെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം. പിന്നെ നമ്മളിങ്ങനെ പഠിക്കണം എന്നായിരുന്നു നമ്മൾ സ്റ്റെപ്പ് 1 പറഞ്ഞത്. സ്റ്റെപ്പ് 2 നമ്മളെന്താണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് പോകാൻ നോക്കുക. നമ്മൾ വോക്ക് ചെയ്യുക. ജസ്റ്റ് ചെരിച്ച് വേണം വോക്ക് ചെയ്യാൻ. സ്റ്റെപ്പ് 3 നമ്മൾ പറഞ്ഞത് മുട്ടയിൽ ജസ്റ്റ് പിടിച്ചിട്ട് അത് ഇച്ചിരി പതുക്കെ പോകാനാണ്. ഇനി സ്റ്റെപ്പ് 4 പറഞ്ഞത് മുട്ടയിൽ നമ്മൾ പിടിക്കാണ്ട് തന്നെ നമ്മളൊന്ന് ഇങ്ങനെ പോയി നോക്കണം. ഇങ്ങനെ പതുക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യണം. ഇതാണ് സ്റ്റെപ്പ് 4. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു. സ്റ്റെപ്പ് 4 വരെ പഠിച്ചു. നമ്മൾ സ്റ്റെപ്പ് 5 മുമ്പോട്ടാക്കുക, ഇങ്ങനെ വരിക. ഇതാണ് സ്റ്റെപ്പ് 5. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പാർട്ട് 2 നാളെ വരുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ആൻഡ് സീ. ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യണം. ഞാനും നിങ്ങളും ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാം വിത്ത് ലേൺ, തിങ്ക് ആൻഡ് ഗ്രോ.